നമസ്കാരം, ഞാൻ ശശികുമാർ. എൻ്റെ കൂടെ ഇത് റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ സുഹൃത്ത് ശ്രീ സജി കാവാലം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ കാവാലത്ത് ചാലയിൽ തറവാടിൻ്റെ സമീപത്താണ്. ഞാൻ ഈ കാണിക്കുന്നത് എൻ്റെ തൊട്ടു പിന്നിലുള്ളത് കുട്ടനാട്ടിൽ കൃഷി നടത്തുവാൻ വേണ്ടിയിട്ട് വെള്ളം വറ്റിക്കുന്ന ഒരു ചക്രമാണ്. ആ ചക്രത്തിൻ്റെ തകർന്ന അവസ്ഥ, അത് കേടുപാടി പിടിച്ച് ദ്രവിച്ച് നാശോന്മുഖമായിരിക്കൊണ്ടിരിക്കുന്ന ചക്രത്തിൻ്റെ അവസ്ഥ. ഈ ചക്രമാണ് കുട്ടനാടിൻ്റെ ഒരു ഇന്നത്തെ കാർഷിക മേഖലയുടെ ഒരു പ്രതീകം കൂടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ചിത്രീകരിക്കാവുന്നതാണ്, പറയാവുന്നതാണ്. പ്രതീകാത്മകമായി നമുക്കതിനെ അങ്ങനെ പറയാവുന്നതാണ്. വെള്ളത്തിൽ നിന്ന് കരയുണ്ടാക്കി ആ കരയിൽ സമുദ്രനിരപ്പിനടിയിലുള്ള ആ കരയിൽ കൃഷി നടത്തിയിരുന്ന കുട്ടനാട്, ആ കുട്ടനാടിലെ ഒരു സ്ഥിതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നെൽപ്പുരയുടെ മുമ്പിലാണ്. നെൽപ്പുര എന്ന് പറഞ്ഞാൽ നെല്ല് കൊയ്തെടുത്ത നെല്ല് സംഭരിച്ച് അടുത്ത കൃഷിക്ക് വേണ്ടിയുള്ള വിത്തും ഭക്ഷണം കഴിക്കുവാനുള്ള ധാന്യവും സൂക്ഷിക്കുന്ന ഒരു സംവിധാനം. ഇത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗോഡൗൺ എന്നൊക്കെ പറയാം. ഈ ഗോഡൗണിൻ്റെ ധാരാളം പ്രത്യേകതയുള്ളതാണ് ഗോഡൗൺ. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ്, നമ്മൾ നിൽക്കുന്ന ഈ ഗോഡൗണിൻ്റെ നേരെ എതിർഭാഗത്തായി കാണുന്നത് അതാണ് ഈ ചാലയിൽ തറവാട്. അതായത് കുട്ടനാട്ടിൽ ആദ്യമായി വെള്ളത്തിന് നിന്ന് കരയുണ്ടാക്കി പാടമുണ്ടാക്കി അവിടെ കൃഷി നടത്തിയ ഇരവി രാമകൃഷ്ണ പിള്ളയുടെ അദ്ദേഹത്തിൻ്റെ തറവാടാണ് എതിർഭാഗത്ത് കാണുന്നത്. അതിന് നേരെ എതിർഭാഗത്താണ് നമുക്ക് നാം നിൽക്കുന്ന ഈ നെൽപ്പുരയുള്ളത്. നെൽപ്പുര എന്ന് പറയുമ്പോൾ നെല്ല് സംഭരിച്ച് സൂക്ഷിക്കുന്നതാണ്. കാലങ്ങളോളം കേടുകൂടാതെ നെല്ല് സംഭരിച്ച് സൂക്ഷിക്കുന്ന സംവിധാനമാണ്. ഇത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ പത്തായമില്ലേ, ആ പത്തായത്തിൻ്റെ വലിയൊരു പതിപ്പാണ്. വലിയ പതിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കെട്ടിടത്തിൻ്റെ രൂപത്തിലാക്കി, ഒരു വീടിൻ്റെ രൂപത്തിലാക്കി സംരക്ഷിച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കുട്ടനാട്ടിൽ പൊതുവേ ഈർപ്പമുള്ള സ്ഥലമാണ്. ഈർപ്പമുള്ള സ്ഥലത്ത് നിന്ന് ഈ വിത്തിനെ ഈർപ്പം ബാധിക്കാതെ സൂക്ഷിക്കാൻ പറ്റുന്ന, വളരെ പെർഫെക്റ്റായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നൊരു സംവിധാനം. ഇത് മുഴുവൻ തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വളരെ ശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഈ തടികൾക്ക് കേടുപാടില്ല, ഇതുവരെ കേടുപാട് ഉണ്ടായിട്ടില്ല. നാശോന്മുഖമായിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ഈ തടിക്ക് കേടുപാടില്ലാതെ നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഈ വിത്തുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വിത്തില്ല. നമ്മൾ വിത്ത് സംരക്ഷിക്കുന്നതും സംഭരിക്കുന്നതും ഒക്കെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വിത്ത്, അല്ലെങ്കിൽ കാർഷിക ഗവേഷണ സംവിധാനത്തിലൂടെ നിർമ്മിക്കുന്ന വിത്ത്, ആ വിത്തൊക്കെ ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ഇന്ന് കൃഷി നടത്തുന്നത്. എന്നാൽ ഇവിടെ കൃഷിയെ ശാസ്ത്രീയമായി പഠിച്ച് കൃഷിയിൽ PhD നേടിയ ഒരു രവീന്ദ്രനാഥ് ഈ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശാസ്ത്രീയ കൃഷിയുടെ ഒരു കഥയുണ്ട്. ആ കഥയാണ് ശരിക്കും കുട്ടനാട് നമ്മൾ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അത് പറയുമ്പോൾ അങ്ങോട്ട് തിരിയാം. നമ്മൾ ഈ കാണുന്ന ഈ കെട്ടിടം നേരത്തെ സൂചിപ്പിച്ച ശ്രീ രവീന്ദ്രനാഥിന് കിട്ടിയ സ്ഥലമാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗമായി കിട്ടിയ സ്ഥലമാണ്. രവീന്ദ്രനാഥ് ശരിക്കും കുട്ടനാട്ടിലെ ഒരു വലിയ പരീക്ഷണം നടത്തിയ ഒരു കഥാപാത്രം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പരീക്ഷണം കുട്ടനാട്ടിൽ കൃഷി നടത്തുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കൃഷി തുടങ്ങി, പുഞ്ചകൃഷി നടത്തുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തുടങ്ങിയിട്ട് ഏപ്രിൽ മെയ് അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ സമയങ്ങളിൽ അതിൻ്റെ വിളവെടുക്കുന്ന ഒരു ഘട്ടമാണ്. ഒരു 40,000 ഹെക്ടർ പ്രദേശങ്ങളിൽ കൃഷി നടത്തുന്നതാണ് ഏകദേശം ഒരു കണക്ക്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന സമയം മുഴുവൻ ഈ പാടം വെറുതെ കിടക്കുന്നു. അപ്പോൾ അതെങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളത് അദ്ദേഹം വളരെ തിയററ്റിക്കലായിട്ട്, വളരെ ശാസ്ത്രീയമായി അതിനെക്കുറിച്ച് പഠിച്ച്, നേരത്തെ പറഞ്ഞാൽ അദ്ദേഹം PhD എടുത്താണ്, കൃഷിയിൽ PhD എടുത്താണ്. അദ്ദേഹം നടത്തിയ ഗവേഷണത്തിൻ്റെയൊക്കെ ഭാഗമായി അദ്ദേഹം അത് പരീക്ഷണം നടത്തി. സ്വന്തം കയ്യിലെ പൈസ മുടക്കി വേറെ ആരെങ്കിലും, നമ്മുടെ കുട്ടനാട്ടിലെ കൃഷിശാസ്ത്രജ്ഞന്മാരോ കുട്ടനാട്ടിനെക്കുറിച്ചുള്ള ചിന്തിക്കുന്ന ആൾക്കാരോ ആരും പറയുന്നതിന് മുമ്പ് അദ്ദേഹം അത് അവതരിപ്പിച്ച് സ്വന്തം കയ്യിലെ പൈസ, ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ്, സ്വന്തം കയ്യിലെ പൈസ അല്ല, സർക്കാരിൻ്റെ പൈസയൊന്നും അല്ലാതെ സ്വന്തം കയ്യിലെ പൈസ മുടക്കി ബുദ്ധിശക്തിയും അദ്ദേഹത്തിൻ്റെ സങ്കല്പവും സമ്പത്തും കൊണ്ട് നടത്തിയ ഒരു വലിയ പരീക്ഷണം. ആ പരീക്ഷണം വാസ്തവത്തിൽ അത് വിജയമാകേണ്ട പരീക്ഷണമായിരുന്നു. പക്ഷേ പ്രാക്ടിക്കലി അത് പരാജയപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ പദ്ധതിയെ അവതരിപ്പിക്കുന്നെങ്കിലും ഒരു കൃഷി, ഒപ്പം തന്നെ അവിടെ മത്സ്യകൃഷി നടത്തിയിട്ട് അങ്ങനെ പാഴായി ഇടാതെ അതിനെ, ഈ കൃഷിയിടത്തിനെ വിനിയോഗിക്കുക എന്നുള്ളൊരു പദ്ധതിയായിരുന്നത്. ആ പദ്ധതി പരാജയപ്പെട്ടെങ്കിലും അത് വൻ വിജയമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ. കൃഷിയിലെ പൈതൃകമായ സമ്പത്തും ഒപ്പം തന്നെ അനുഭവ പരിചയവും ശാസ്ത്രീയമായി കൃഷി പഠിച്ച ചില വിദ്യകളും അതെല്ലാം കൂടി ചേർത്ത് ശ്രീ രവീന്ദ്രനാഥ് അവതരിപ്പിച്ച ഒരു മീനും ഒരു കൃഷിയും ഒരു മീനും എന്ന പദ്ധതി. ആ പദ്ധതിയെ ഇനിയും നമ്മൾ, അത് തത്വത്തിൽ ശരിയായിരുന്നെങ്കിലും പ്രായോഗികമായി പരാജയപ്പെട്ടു എന്നുള്ളൊരു വാസ്തവം തന്നെ. അത് ഇനിയും നമുക്ക് എന്തുകൊണ്ട്
പഠിച്ച് അതിനെ ശാസ്ത്രീയമായി നമ്മുടെ ശാസ്ത്ര ഗവേഷക വിഭാഗത്തിൻ്റെയും അനുഭവ സമ്പത്തുള്ള കുട്ടനാട്ടിലെ കർഷകരുടെയും മറ്റ് വിദഗ്ധരുടെയും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഒരു പുതിയ പ്രോജക്റ്റായിട്ട് അവതരിപ്പിക്കാൻ പറ്റില്ല? അങ്ങനെ അവതരിപ്പിച്ചില്ലെങ്കിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും കേൾക്കുന്ന, ഒപ്പം തന്നെ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം, ലോകത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ പറ്റുന്ന സ്ഥലമാണ് കുട്ടനാട്. ഇന്ത്യയുടെ, കേരളത്തിൻ്റെ ഒരു ടൂറിസ്റ്റ് തലസ്ഥാനമാക്കാൻ പറ്റുന്നത്. ഹോളണ്ട് പോലെയുള്ള ഒരു വിദേശ രാജ്യത്തിനൊപ്പം അല്ലെ അതിനേക്കാൾ മേലെ സാധ്യതയുള്ള നമ്മൾക്ക് എന്തുകൊണ്ട് ഈ സമുദ്ര ജലനിരപ്പിന് താഴെ കൃഷി നടത്തുന്ന ഏറ്റവും കൂടുതൽ ഗതാഗത സംവിധാനങ്ങളുള്ള കേരളത്തിനെ ടൂറിസ്റ്റ് സംവിധാനം നമുക്ക് എന്തുകൊണ്ട് അത് വിനിയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്, ആരാണ് അതിന് കുറ്റക്കാരെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്, അത് പരിഹരിക്കേണ്ടതാണ്. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ഈ കുട്ടനാട്ടിൽ നിന്ന്, സ്വന്തം നാട്ടിൽ, ജനിച്ച നാട്ടിൽ നിന്ന് ആൾക്കാർ പതുക്കെ പലായനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് വെറുതെ ഒരു വാർത്ത മാത്രമല്ല, യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തോത് വർദ്ധിക്കാതിരിക്കണമെങ്കിൽ ഈ നാട്ടിൽ ജനിച്ച ആൾക്കാർ ഈ നാട്ടിൽ തന്നെ തുടരണമെങ്കിൽ, ഈ നാടിനെ നമ്മുടെ രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു കേന്ദ്രമാക്കി മാറ്റണമെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള, നമുക്ക് സംയുക്തമായിട്ടുള്ള ഒരു സംരംഭം ആവശ്യമുണ്ട്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അതിന് ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നമ്മൾ തുടക്കത്തിൽ കാണിച്ച ഈ കാണുന്ന ഈ ദ്രവിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചക്രമില്ലേ, കുട്ടനാടിൻ്റെ പ്രതീകമായ ഈ ചക്രം, ആ ചക്രം കൂടുതൽ ഇല്ലാതായി നശിച്ചു പോകാൻ ഉള്ള ഒരു സാധ്യതയാണ്. അതിന് പകരം നമുക്ക് ഒരു പുതിയ ചക്രം അവതരിപ്പിക്കാൻ എല്ലാ തരത്തിലുള്ള സങ്കല്പത്തിലും, വിഭാവനം ചെയ്യുന്നതിലും, നയത്തിലും, നടപ്പിലാക്കലിലുമെല്ലാം ഒരു പുതിയ ചക്രം അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ വലിയ പരാജയം നമ്മൾ നേരിടാൻ പോവുകയാണ്. അതൊരു വലിയ ദുരന്തമാകും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് കൂട്ടായ ഒരു പരിശ്രമം ആവശ്യമല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല? എവിടെയാണ് അതിൻ്റെ പിഴവ്? അതിൽ രാഷ്ട്രീയമില്ലാതെ, ഒരു തരത്തിലുള്ള വിഭാഗീയതയും ഇല്ലാതെ നമുക്ക് അതിൽ ഒന്നിച്ചു നിന്നിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ, അതിനുവേണ്ടിയുള്ള ചിന്ത ജനിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം.